Hey yo, what's up guys? നിങ്ങൾക്ക് എന്നെ കണ്ടു പരിചയം ഐ എം റെഡ് മാജിക് ചൈന ബേസ്ഡ് ആണ് ഞാൻ ഇന്ത്യയിലില്ല അവൈലബിൾ അല്ല ബട്ട് വി ആർ അവൈലബിൾ ഇൻ ഗ്ലോബൽ സോ ഇഫ് യു വാണ്ട് ദ ഫോൺ യു can either come to Dubai or you can go to China or you can get our devices from the website $650 or something. I mean like roughly ഇതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ I think it's gonna cost around like 58,000 rupees. So as you guys can see, this is the phone. It's pretty cool. We have a really good design going out here. So as you guys can see, ഇത് കുറച്ച് ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഈ സാധനം ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിംഗ് മോഡിലോട്ട് പോവാം. This is the power button. This is volume up and down. We have here right here is a fan. ഈ ഫാനിന്റെ ഒരു RPM എന്നൊക്കെ പറയുന്നത് 23,000 RPM ആണ്. ഇത് വെറുതെ ചുമ്മാ പട്ടി ഷോയ്ക്ക് വെച്ചിരിക്കുന്നതല്ല. ഇതൊരു ക്യാമറ സെൻട്രിക് ഫോണല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറ ഡിസൈൻ നൈസ് ആയിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും full display. You don't have any kind of distraction. നമ്മൾ under display ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. So selfies looks really bad. We do have a audio jack right here. ലൈവ് സ്ട്രീം ചെയ്യാം. ലൈവ് സ്ട്രീം ചെയ്യുന്നവർക്ക് bypass charging support കൊടുക്കുന്നുണ്ട്. One more thing, we have a massive 7050 mAh battery inside this bad boy and it doesn't weigh that much. പിന്നെ എല്ലാ രീതിയിലും we have a really good loudspeakers, we have a really good display going on, 1.5K resolution. Now we get this latest and greatest Snapdragon 8 Elite chipset. Redmagic.com or whatever, just buy it. If you are a pure gamer, alright, if you are a camera person, if you want a phone which is gonna be like your daily driver and stuff, then don't go for it. 80 watt fast charging. So yeah, and by the way, idile light ഒക്കെ കത്തും. Anyways, I'm just saying it out there. I'm gonna head it, alright. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തിട്ടേക്കാം so that you can buy it, alright. Just do whatever, man. I don't care. ആ സായിപ്പും പറഞ്ഞത് കേട്ടിട്ട് ആ ഫോൺ മേടിച്ചാലുള്ളൊരു മുട്ട വിറ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഫോണിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവോയുടെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് അവന്മാരെ കുത്തിന് വിളിച്ചിട്ട് എന്താണോ ഈ ഫോൺ ഇങ്ങനെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ആ ഫോൺ മേടിച്ചിട്ട് എന്തെങ്കിലും പറ്റിയ എസ്പെഷ്യലി ആ ഫാനിലും മറ്റേതിലൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നല്ല ഒരു ചില്ലിൻ്റെ ഒരു കൂടെടുക്കണം. എന്നിട്ട് ആ സാധനം നടുക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഉമ്മറത്തോ എവിടെയെങ്കിലും ഒരു മാലയിട്ട് വയ്ക്കാം. സർവീസ് കിട്ടൂല ആ ഫോണിന്. 55,000 രൂപയുള്ളൂ. സത്യം പറഞ്ഞാൽ 52,000 ഉള്ളൂ. നിങ്ങൾക്ക് മറ്റേ കാർഡ് ഓഫറും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സെയിൽ സംബന്ധിച്ചാൽ ഇപ്പോൾ ഇനിയും കുറയും. സ്നാപ്ഡ്രാഗൺ 8 Elite തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അത്യാവശ്യം കൂളിംഗ് സിസ്റ്റവും ഇതിൻ്റെ അകത്തുണ്ട്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്, എല്ലാ തേങ്ങയുണ്ട്. ഹെഡ്ഫോൺസ് ജാക്കില്ലടേ, പക്ഷേ നിങ്ങൾക്ക് സർവീസ് കിട്ടും. എന്തിനു കിട്ടും? സർവീസ്. നല്ലൊരു ക്യാമറയും കിട്ടും. അതിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി ഉണ്ടോ? ഇറങ്ങി ഓടും. അവൻ വന്നേക്കണം അവൻ്റെ ചളയല്ല കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു യുവർ ഫേവറേറ്റ് ladies and gentlemen, yes, we have Red Magic 10 Pro here right now. എൻ്റെ കയ്യിൽ ഈ സാധനമുണ്ട്. ഇതിൻ്റെ 3 കളേഴ്സാണ് വരുന്നത്. ട്രാൻസ്പാരൻറ്റ് വൈറ്റ്, ബ്ലാക്ക്, പിന്നെ ഈ കളർ ഒരു രക്ഷ നോക്കിയാണ്. ആ ഒരു ഡയമണ്ട് പോലത്തെ ഒരു മാത്തൊരു സാധനമൊക്കെ അവർ പിടിച്ചിട്ടുണ്ട്. ടെക്സ്ചർ അല്ലത്, ഒരു പ്രിൻ്റ് പോലത്തെ ഒരു പരിപാടിയാണ്. ബട്ട് ലുക്സ് വെരി നൈസ്. ഇൻ ഹാൻഡ് ഫീൽ എന്ന് പറഞ്ഞാൽ വളരെ ബോക്സി ആയിട്ടുള്ള ഒരു ഫോണാണ്. ആൻഡ് ഇറ്റ് ഈസ് വെയ്റ്റ് അറൗണ്ട് 200 and something grams. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ബോക്സി ഡിസൈനാണ്. പ്യോർലി ഗെയിമിംഗ് ഫോൺ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അവർ പിടിച്ചേക്കുന്നത്. അല്ലാതെ ഇത് നോർമൽ ഒരു ഫോൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട. അതാണ് വാസ്തവം. അതായത് നിങ്ങളിപ്പോൾ കോൾ ചെയ്യാനാണെങ്കിലും നിങ്ങൾക്കിങ്ങനെ കൊണ്ടു നടക്കാനാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനത്തിന് ഞാൻ ഒരിക്കലും ഈ സാധനം റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് ഇതിലെ ക്യാമറ പോരാ, ഒട്ടും പോരാ എന്ന് പറഞ്ഞാൽ രണ്ടും 50 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ എന്തോ ഊക്രോയോ എന്തൊക്കെ ഉണ്ട്. ആ 50 മെഗാപിക്സലിൻ്റെ ക്യാമറയിൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്ക് ക്യാമറയിൽ 8K സപ്പോർട്ടുണ്ട്, 4K 60 FPS സപ്പോർട്ടൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ വരുമ്പോൾ അതിന് ശോകമാണ്. ബിക്കോസ് ഈ ഡിസ്പ്ലേയുടെ ബാക്കിലാണ് ക്യാമറ ഇരിക്കുന്നത്. നമ്മളുടെയൊക്കെ നോർമൽ ഫോണുകളിൽ നിങ്ങൾക്കറിയാം, ഡിസ്പ്ലേയുടെ
ഡിസ്പ്ലേയുടെ അകത്തല്ല ക്യാമറ ലെൻസ് വെച്ചേക്കുന്നത്. ക്യാമറ ലെൻസ് നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഇവിടെ ഒരു പ്രത്യേക ഒരു ഓട്ട ഇട്ടിട്ട് അങ്ങനെയാണ് അത് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ ഓട്ടോ ഫോക്കസും ബഹളമൊക്കെ വരുന്നത്. ഇത് വരുമ്പോൾ ഈ അണ്ടർ ഡിസ്പ്ലേ ആയതുകൊണ്ട് വളരെ ശോകം, വളരെ 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 ശോകം. ഏതോ ഊട്ടി പട്ടണത്തിലേക്ക് നിൽക്കണ ഫോട്ടോയും വീഡിയോ ഒക്കെയാണ് കിട്ടണം. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ 4K സപ്പോർട്ടും ഒന്നുമില്ല. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇതാണ് നമ്മുടെ റെഡ് മാജിക് 10 Pro ഫ്രണ്ട് ക്യാമറ. 4Kയും ഇല്ല, ഒരു തേങ്ങയും ഇല്ല, മാങ്ങയും ഇല്ല. ഞാൻ ഇത്ര ചോദിക്കണുള്ളൂ ഈ ഫ്രണ്ട് ക്യാമറ എന്തിനാണ് ഈ ഫോണിൽ കൊടുത്തേക്കണേന്നുള്ള ഒരു ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. ബിക്കോസ് എന്തരാ ഞാൻ ഊട്ടി നിൽക്കണ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നത്. അതിന് മോറോവർ ഇത് ക്യാമറ ഫോണേ അല്ല. പക്ഷേ ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് 4K പക്ഷേ ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് 4K 8K എല്ലാ Kയും ഉണ്ട്. പ്രൈമറി സെൻസർ നല്ലതാണ്, അൾട്രാ വൈഡും. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. മറ്റേ സൂമും പരിപാടിയൊന്നുമില്ല, ഒപ്റ്റിക്കലില്ല, തേങ്ങയില്ല. ഗെയിമിംഗ് ഫോൺ. ക്യാമറയെ പറ്റി പറയുന്നതിനടുത്ത് എനിക്കൊന്നും പറയാനില്ല. ഈ ഫോൺ എക്സൽ ചെയ്യുന്നത് ഈസ് ഓൺ ഗെയിമിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഫോൺ ഒരു രക്ഷയില്ല. ഇറ്റ് ഈസ് ഇൻക്രെഡിബിൾ. രണ്ടാമത്തെ കാര്യം, ഡിസ്പ്ലേ 1.5K റെസൊല്യൂഷൻ, 144 Hz റിഫ്രഷ് റേറ്റ്, ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ നെക്സ്റ്റ് ലെവലാണ്. ഏകദേശം ഒരു ഗെയിമിംഗ് ഫോൺ ഡിവൈസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ടോപ്പ് നോച്ച് ആയിട്ടുള്ള സ്പെക്കാണ് ഇതിൽ ഡിസ്പ്ലേയിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. PWD ഡിമ്മിങ് പോലത്തെ പരിപാടികൾ വരുന്നുണ്ട്. ഏകദേശം നമുക്ക് ഹൈ ബ്രൈറ്റ്നസ് മോഡ്, അതായത് വെയിലത്തൊക്കെ പോയിരിക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലൈറ്റ് ഇതിലോട്ട് വരികയാണെങ്കിൽ ഓട്ടോ ബ്രൈറ്റ്നസ്സിൽ 1400 1500 നിറ്റ്സ് വരെയൊക്കെ പോകും. അല്ലാത്ത വശം മറ്റേ ഗിമിക്കി ആയിട്ട് 2000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചുമ്മാ. പിന്നെ നമുക്ക് എടുത്ത് പറയാനാണെങ്കിൽ ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ആണ്. വളരെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള നല്ല പഞ്ചി കളേഴ്സൊക്കെ തരുന്ന ഗംഭീര ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇറ്റ്സ് റിയലി ഗുഡ്. ബട്ട് ലൈക്ക് ഐ സെഡ്, ദിസ് ഫോൺ ഇസ് ഫോർ ഗെയിമിംഗ്, നത്തിങ് എൽസ്. വേറെ ഒന്നിനുമല്ല. അതേപോലെ നമുക്കിവിടെ ഈ സാധനം വരുന്നുണ്ട്, നമ്മുടെ ഫാൻ ആക്ച്വലി കൂളിംഗ് ആണ് ഫാൻ. നമ്മൾ മറ്റേ ഗിമിക്കി ആയിട്ടുള്ള പരിപാടി നോക്കണ്ട. ഹൈ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചെറിയൊരു സൗണ്ടൊക്കെ കേൾക്കാം. കണ്ട, 23,000 RPM ആണ് ഇതിൻ്റെ ഫാനിൽ വരുന്നത്. പിന്നെ ലിക്വിഡ് മെറ്റൽ കൂളിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ട്, വലിയൊരു വേപ്പർ ചേമ്പർ വെച്ചിട്ടുണ്ട്. സോ കൂളിംഗ് വൈസ് ഈ ഫോൺ വേറെ ലെവലാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ CPU ത്രോട്ടിലിംഗ് ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് ത്രോട്ടിൽ ചെയ്യുന്നത് നമ്മൾ കാണാൻ പറ്റി. അതേപോലെ 3D മാർക്ക് ടെസ്റ്റ് ചെയ്ത സമയത്ത് 59 ഡിഗ്രി ഒക്കെയാണ് പോകുന്നത്. എക്സ്ട്രീം ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ BGMI ഒരു 2 മണിക്കൂറൊക്കെ കുത്തിയിരുന്ന് കളിക്കുകയാണെങ്കിൽ യാതൊരു രീതിയിലും ഈ ഫോൺ ഹീറ്റപ്പ് ആവുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. സോ പ്ലീസ്, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ബെഞ്ച് മാർക്കും പരിപാടി എന്നൊക്കെ പറയുന്നത് അതൊരു എക്സ്ട്രീം ടെസ്റ്റാണ്. അത് വെച്ചിട്ട് ഒരിക്കലും ഒരു ഫോണിനെ വിലയിരുത്തില്ലെന്നാണ് എനിക്ക് പറയുന്നത്. ബിക്കോസ് ഞാനത് ചെയ്യാറുമില്ല, പണ്ട് തൊട്ടേ ചെയ്യാറില്ല. പക്ഷേ ഈ ആൾക്കാർക്ക് അത് കാണണോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന AnTuTu സ്കോറും UnTuTu സ്കോറൊക്കെ ചെയ്യുന്നത്. പിന്നെ AnTuTu സ്കോർ ചെയ്യുന്ന സമയത്ത് 22.8 2.7 മില്യനൊക്കെയാണ് കിട്ടുന്നത്. ചില സമയത്ത് ചിലവർ പറഞ്ഞു 3 മില്യനൊക്കെ കിട്ടുന്നതൊക്കെ, പക്ഷേ എനിക്കറിയില്ല. സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നൈസാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു റിയൽ ലൈഫ് സിനാരിയോയിൽ ഗെയിം കളിക്കുമ്പോൾ ദിസ് ഈസ് ഗിവിങ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആൻഡ് ഇറ്റ് ഈസ് സോ ഡാം ഗുഡ്. പിന്നെ എനിക്ക് ഏറ്റവും ചിരി വന്നൊരു ഓപ്ഷൻ, ഈ ഫോണിൽ ഇതിനായിട്ടും 120 FPS സാധനം വന്നിട്ടില്ല BGMI. ഐ എം നോട്ട് കിഡിങ്. അത് എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയാം. മേ ബി ഇന്ന അപ്ഡേറ്റ് അത് വരുമായിരിക്കും. പിന്നെ നമുക്ക് എടുത്ത് പറയാനാണെങ്കിൽ സൗണ്ട് ഗംഭീര സൗണ്ടാണ് കേട്ടോ. ഹാപ്റ്റിക് കേട്ടോ, കിട്ടില്ല ഹാപ്റ്റിക്കാണ്. എനിക്കാണ് എന്തോ ഒരു പുതിയ, അതായത് എക്സ് ആക്സിസ് മോട്ടർ തന്നെയാണ്, കിട്ടില്ല ഒരു സാധനമാണ് ഇതിൽ വെച്ചേക്കണം. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ മോനെ ഇങ്ങനെ നമുക്ക് റോ ആയിട്ട് ഇങ്ങനെ കിട്ടും. അത് ഗംഭീരം. മുട്ട സൗണ്ടാണ് കേട്ടോ, നിങ്ങൾ വിചാരിക്കണ പോലെയല്ല. പിന്നെ നമുക്ക് IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, ഹെഡ്ഫോൺസ് ജാക്ക് വരുന്നുണ്ട്. അപ്പോൾ IEMs ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്തിട്ട് തന്നെ ഗെയിം കളിക്കാൻ പറ്റും. അതേപോലെ ഗെയിം കളിക്കുമ്പോൾ എത്ര FPS നമ്മൾ കളിക്കുന്നതെന്നൊക്കെ ഉള്ള കറക്റ്റ് റീഡിങ്. അത് ഒരിക്കലും 90 FPS താഴെ, അതായത് 91 92 അത് കഴിഞ്ഞ് താഴോട്ട് പോകുമ്പോൾ ഒരു 88 FPS അതിൽ കുറയൂല. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ എക്സ്ട്രീം പ്ലസ് വരെ ഉള്ളൂ.
സൈഡിലോട്ട് ഒരു വലിയൊരു സാധനം, ഈ സാധനം വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സാധനങ്ങൾ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരുപാട് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഏറ്റവും ട്രിഗേഴ്സ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. നമുക്ക് വേറൊരു ക്രോസ് എയർ വെക്കാം, പല ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ലൈവ് സ്ട്രീം ചെയ്യുന്നതെങ്കിലും ഒരു കുഴപ്പമില്ല. മറ്റേ USB 3.2 Gen 2 ആണ് വരുന്നത്. 32 ബിറ്റിൻ്റെ ഓഡിയോ സപ്പോർട്ടും വരുന്നുണ്ട്. 32 ബിറ്റ്, ബാക്കിയുള്ളതൊക്കെ 24 ബിറ്റ് റേറ്റേ വന്നിട്ടുള്ളൂ. റാം എന്ന് പറഞ്ഞാൽ LPDDR5X Ultra, നമ്മുടെ ഐക്യൂലിരിക്കുന്ന സെയിം റാം തന്നെ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഗെയിമിങ്ങിന് ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു കിടിലൻ ഫോണാണ്. പക്ഷേ സർവീസ് ഇല്ല. ഒരു നോർമൽ ഫോൺ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്. ക്യാമറ പോരാ, ഫ്രണ്ട് സെൽഫി ക്യാമറ പോരാ, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അത്ര പോരാ. 2 വർഷത്തെ OS അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഔട്ട് ഓഫ് ദ ബോക്സ് എനിക്ക് തോന്നുന്നത് Android 15 ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 15 ആണ് വരുന്നത്. പക്ഷേ ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾക്ക് 4-5 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും കിട്ടില്ല. 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റേ കിട്ടത്തുള്ളൂ. ആൻഡ് and we get 12 GB of RAM, by the way. 12 GB of RAM, 256 ഉണ്ട്, 512 ഉണ്ട്, 1 TB ഉണ്ട്. 7050 mAh ബാറ്ററി, വിച്ച് ഇസ് കില്ലർ. 7050 mAh, അതായത് ഗെയിമിംഗ് സമയത്തൊക്കെ നിങ്ങൾക്ക് ബാറ്ററി ലൈഫോ ഹീറ്റിങ്ങോ അങ്ങനെയൊന്നും യാതൊരു. ലൈവ് സ്ട്രീം ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. ബൈപ്പാസ് ചാർജിങ് സീനുണ്ട്, എല്ലാം ഉണ്ട്. ദിസ് ഈസ് എ പെർഫെക്റ്റ് ഫോൺ ഫോർ ഗെയിമർ. ഇവിടെയൊക്കെ ലൈറ്റൊക്കെ കത്തും. ഇവിടെ ഒരു എക്സ് എന്നൊരു സാധനമുണ്ട്, അതൊക്കെ ലൈറ്റൊക്കെ കത്തും. ഇവിടെ ഇത് ലൈറ്റ് കത്തും. അതൊക്കെ നമുക്ക് ലൈറ്റ് കത്തുന്നത് നമുക്കനുസരിച്ച് മാറ്റാം. കോൾ വരുന്നതനുസരിച്ച് നോട്ടിഫിക്കേഷനൊക്കെ ലൈറ്റ് സെപ്പറേറ്റ് വയ്ക്കാം. ഇവിടത്തുള്ള ലൈറ്റിന് സെപ്പറേറ്റ് വയ്ക്കാം. സൗണ്ട് വേറെ കൊടുക്കാം. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇത് മേടിക്കണമെന്ന് അത്ര താല്പര്യമാണെങ്കിലും നിങ്ങൾക്ക് അവർ സൈറ്റിൽ കയറി മേടിക്കാം. നമ്മുടെ നാട്ടിൽ 58,000 രൂപ എന്തേ ഉള്ളൂ. അല്ലെങ്കിൽ ദുബായ് വന്നു കഴിഞ്ഞാൽ 2500 ദർഹമാണ് 256-ന് 12 GB 256. ആൻഡ് ദാറ്റ് ഓൾസോ കംസ് അറൗണ്ട് 57,000-56,000 റുപ്പീസ്. അപ്പോൾ അത് വേണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഇത് മേടിക്കുക. ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നു, ദിസ് ഇസ് നോട്ട് എ നോർമൽ ഫോൺ. അതായത് നമ്മൾ iQOO 13 മേടിക്കുമ്പോൾ നമുക്കൊരു പാക്കേജ് ആയിട്ടാണ് കിട്ടുന്നത്. ഇതങ്ങനെ കിട്ടില്ല. സോ റെസ്റ്റ് ഇസ് അപ് ടു യു ഗൈസ്. ഇങ്ങനത്തെ ഒരു ചാർജർ നിങ്ങൾ കാണാൻ പറ്റുന്നില്ല. Type-C ആണ് ഇത് മൂഡ്. അപ്പം Type-C to Type-C PD ചാർജറാണ് ഈ കാണുന്നത്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്. Type-C to Type-C കേബിൾ വരുന്നുണ്ട്. സിം എജക്റ്റിംഗ് ടൂള്, ഇങ്ങനത്തെ ഒരു കേസും വരുന്നുണ്ട്. കേസ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലുക്ക് കിട്ടും. പിന്നെ IP റേറ്റിംഗ് ഒന്നുമില്ല. പിന്നെ പൊന്നു മോനതാ ഇവിടെയൊക്കെ നോക്കിയാണ് ഓട്ടയൊക്കെ ഉണ്ട്. ഫാനും ഓട്ടയൊക്കെ ഉള്ളിടത്ത് എങ്ങനെയാണ് IP റേറ്റിംഗ് കൊടുക്കണം? IP റേറ്റിംഗ് ഒന്നുമില്ല. വെള്ളത്തിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ദർബേ ബുജി. അതാണ് എനിക്ക് പറയുള്ളത്. പിന്നെ ക്യാമറ, ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊക്കെ ക്യാമറ നോക്കി കഴിഞ്ഞാൽ എന്തുവാടേ. ഇതിൽ 2 ക്യാമറ ഉണ്ട് പേരിന്. ഒംനിവിഷൻ്റെ 2 സെൻസർ ആണ് വരുന്നത്. ഒരു ഓൾറൗണ്ടർ ഫോൺ എന്നുള്ള രീതി നോക്കുകയാണെങ്കിൽ ക്യാമറ, ലുക്ക്, ഫീൽ ഗുഡ്, പിന്നെ ഡിസ്പ്ലേ എല്ലാം വിത്ത് സ്നാപ്ഡ്രാഗൺ 8 iQOO 13 സ്റ്റിൽ ദ ബെസ്റ്റ്. 55,000 റുപ്പീസ് ഓൺലി. സെയിം റാം. ഈവൻ ഇതിൻ്റെ അകത്ത് LPDDR5X Ultra തന്നെയാണ് ഇരിക്കുന്നത്. UFS 4.1 തന്നെയാണ് സ്റ്റോറേജ്. ഫൺ. 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്, 2 വർഷത്തെ. അപ്പോൾ ഞാൻ അതൊക്കെയാണ് നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. സാധനം കളിക്കാനും ഗെയിം കളിക്കാനൊക്കെ പറയും. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തായാലും ഗെയിമിങ്ങിന് വേണ്ടി മാത്രം ഇത് വെക്കാൻ പോവുകയാണ്. ഇത് ഞാൻ തട്ടുന്നു. അപ്പം ദിസ് ഫോൺ ഈസ് ഗോയിങ് ടു ബി മൈ ഗെയിമിംഗ് ഡിവൈസ്. ഇതിനെ വേറെ ഒന്നുമില്ലടെ. ഗെയിമിങ്ങിന് പ്യുവർലി അത് മാത്രം നോക്കാനാണെങ്കിൽ ഇത് കൊള്ളാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ബൈ ബൈ.